Hey guys, welcome back to another episode of Doing Things That Make Me Happy. ഇന്നത്തെ ഫസ്റ്റ് സംഭവം അൺബോക്സിംഗ് ആണ്. ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹിച്ചൊരു സാധനമാണിത്. സംഭവം ഒരു പ്ലീറ്റഡ് ലാമ്പാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ സാധനം ഒന്നും ആവാണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ശരിക്കും ഷൂട്ട് ചെയ്തത് 20th May 2026 ആണ്. അന്ന് എനിക്ക് ജേണൽ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഓൾറെഡി വീഡിയോ നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രിയായിരുന്നു ബാക്കി കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജേണൽ ചെയ്യുന്നത് അടുത്ത ദിവസമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ലൈറ്റ് ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോയ സമയത്തായിരുന്നു ഇതിൻ്റെ ലൈറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പൊട്ടൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഫിറ്റ് ചെയ്ത സമയത്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അപ്പുറത്തെ സൈഡിലേക്കായോണ്ട്. പിന്നെ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത്. ഇത് ശരിക്കും ഇങ്ങനെ തന്നെയാണോ ഫിറ്റ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല, കാരണം എനിക്ക് തോന്നുന്ന പോലെയൊക്കെ അത് ഫിറ്റ് ചെയ്താണ്. അങ്ങനെ ലാസ്റ്റ് ലൈറ്റ് ഇട്ട് വന്ന സമയത്ത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, വാം ലൈറ്റ് അതിന് ശരിക്കും. അടുത്തത് പ്രിപ്പയറിംഗ് ജേണൽ സ്റ്റിക്കേഴ്സ്. ലൈറ്റ് വാങ്ങാൻ പോയ സമയത്ത് കുറേ ജേണൽ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുക്കാൻ കൊടുത്തതും കൂടെ വാങ്ങിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ആൻഡ് കുറേ സ്റ്റിക്കേഴ്സും. ലാമ്പ് വാങ്ങിയതിൻ്റെ ജേണൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഇതും കൂടെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി എടുക്കുന്ന സ്റ്റിക്കേഴ്സിനെക്കാട്ടി കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം എടുത്തത്. അതായത് ഈ ജേണൽ കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഫില്ലാവാത്ത പോർഷൻസിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു അധികവും. പിന്നെ കുറച്ച് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഇതേപോലെ റൈറ്റിങ്സും ഉണ്ടായിരുന്നു. ഈ ലെറ്റേഴ്സും റൈറ്റിങ്സും ഞാൻ കട്ട് ചെയ്യുന്നില്ല, ആവശ്യം വരുമ്പോൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം അതും കൂടെ കട്ട് ചെയ്യാൻ നിന്നാൽ ഇതൊന്നും തീരില്ല.
ഓൾമോസ്റ്റ് 2 hours എടുത്തിട്ടാണ് ഞാനിത് മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. അത്യാവശ്യം സ്ലോ ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണല്ലോ ഈ കട്ടിങ് പറയുന്നത്. കുറച്ച് ടൈം ലാപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഫുൾ എടുത്തിട്ടൊന്നുമില്ല. ഓൾറെഡി വീഡിയോ അത്യാവശ്യം ലോങ് ആണ്, അതുകൊണ്ട് ഞാൻ കുറേ ആഡ് ചെയ്യാത്തത്. ഞാൻ ഈ മൊത്തം സ്റ്റിക്കേഴ്സും കൂടി ഇതേപോലെ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ഭയങ്കര ഹാർഡായിരിക്കും. ഇതിലാകുമ്പോൾ ഭയങ്കര സ്പ്രെഡായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നെല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇതേപോലെ ഫുൾ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ സെലക്ട് ചെയ്യാൻ സുഖമായിരിക്കുമല്ലോ. എൻ്റെ കയ്യിൽ ഇതേപോലെയുള്ള വലിയ 2 മിറേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു മിററും കൂടി ഉണ്ട്, ഒരു പർപ്പിൾ കളറിലുള്ള ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വലുതാണ്, ബട്ട് ചില സമയത്തൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, അത്യാവശ്യം വലുതായതുകൊണ്ട്. ഇതിൻ്റെ പുറത്ത് ശരിക്കും ഇതേപോലെ ഒന്നല്ലേനും വേറൊരു സംഭവമായിരുന്നു. അത് ഞാൻ പറിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു മേക്ക് ഓവർ ചെയ്യാണ്. ഇതിലൊരു മിറർ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് 2 എണ്ണം ചെയ്യുന്നത്. ഞാനിങ്ങനെ മേക്ക് ഓവർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പുറത്തുള്ള ഡിസൈൻസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഈ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ കണ്ട സമയത്ത് എനിക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് ചെറിയൊരു മേക്ക് ഓവർ കൊടുത്താലെന്ന് തോന്നി. പിന്നെ ഞാൻ വെറുതെ അങ്ങനെ ചെയ്തെന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് റെഡ് ആണ്. സോ അതുകൊണ്ട് അതാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തത്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.